കൊള്ളു കറിവടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ 1 കപ്പ് കൊള്ളെടുത്ത് കുതിർത്തി വെച്ചിട്ട് നന്നായി കുതിർത്തി വെക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന്, അരക്കപ്പ് ഉഴുന്ന്, അരക്കപ്പ് ചെറുപയർ, അരക്കപ്പ് തുവരം പരിപ്പ്, കുറച്ച് മൊച്ചക്കട്ട ഉണ്ടായിരുന്നു, അതും കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഒരു അരക്കപ്പ് കൊത്തമല്ലി, വറക്കൊത്തമല്ലി എടുക്കുക. നല്ല എരിവിനനുസരിച്ചിട്ട് വറമുളക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം പൊടിയേണ്ട, ഒരു ഒന്ന് പൊടിയാതിരിക്കാനും പാടില്ല. അതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുത്ത ശേഷം കരിവേപ്പില ഇടുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ചതച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് കൊള്ള്, പരിപ്പ് ഒക്കെ നമ്മൾ അതേമാതിരി തന്നെയൊക്കെ ചതച്ചെടുക്കുക. കുറച്ച് പരിപ്പ് അതേമാതിരി കുതിർത്തി, അത് രാവിലെ കുതിർത്തിയാൽ മതി കേട്ടോ. ഉഴുന്ന് പരിപ്പൊക്കെ രാവിലെ കുതിർത്ത്, ഉലുവ ഒക്കെ രാവിലെ കുതിർത്തിയാൽ മതി. കൊള്ളു മാത്രം തലേ ദിവസം ഇട്ട് വെക്കണം. ഒക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒരുപാട് അരയാനും പാടില്ല, ഒരുപാട് അറിയാതിരിക്കാനും പാടില്ല. നമുക്ക് അങ്ങനെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ അരച്ചെടുത്തു. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള നല്ല ഉപ്പും നല്ല എരിവുമാണ്, നല്ല ഉപ്പുമാണ് കേട്ടോ. എന്നാലും ഉണങ്ങുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നന്നായി കുഴച്ചെടുക്കുക. ആവശ്യമുണ്ട് വെച്ച് നമുക്ക് കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം ഉണ്ടാകും. ഉള്ളി കുറച്ചധികം കൊടുക്കണം, നല്ല അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകും. നന്നായി കുഴച്ച ശേഷം നമുക്ക് അതൊക്കെ ഉരുട്ടിയിട്ട്, അമർത്തി ഉരുട്ടണ്ട, ഒന്ന് പിച്ച് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഒരുപാട് വലിപ്പമില്ലാണ്ട് ഒരുപാട് ചെറുതല്ലാണ്ട് അങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് ഒരു 4 ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് വറക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും, നന്നായിരിക്കും. ചോറിൻ്റെ കൂടെ, മോരും ചോറിൻ്റെ കൂടെ, വെള്ളച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഞാനിത് വറുത്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.